എമ്പുരാനിൽ നിങ്ങളൊക്കെ പറയുന്നത് പോലെ സംഘപരിവാറിനല്ല, നിർമ്മാതാക്കൾക്കും അതിലെ ബിഗ് ഗമ്മിനുമാണ് പൊള്ളിയത്. മോഹൻലാലിനാണ് യഥാർത്ഥത്തിൽ പൊള്ളിയിരിക്കുന്നത്. ഈ സിനിമയിൽ വിമർശിക്കപ്പെട്ടു എന്ന് പറയുന്ന നരേന്ദ്രമോദിയും അമിത്ഷായും അവർ രണ്ടുപേരുമാണ് ഇതിനകത്തെ പ്രധാന വില്ലന്മാരായി പോർട്രേ ചെയ്യുന്നത് എന്നതാണ് സിനിമ കണ്ടവർ പറയുന്നത്. ഞാൻ സിനിമ കണ്ടിട്ടില്ല. എനിക്കൊരു ഉപകാരം ചെയ്യൂ, പറ. നീ വാ പൊളിക്കരുത് പ്ലീസ്. ഇത്രയും തലപ്പൊക്കമുള്ള, ഇത്രയും സിനിമകളിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് മലയാളിയുടെ മനസ്സിൽ കയറിക്കൂടിയ മോഹൻലാലിന് ഇത്രയും ചീത്തവിളി കേൾക്കുന്നത് ഞാൻ ഇത്രയും കാലത്തിനിടയിൽ ആദ്യമായിട്ടാണ്. ചങ്ങനാശ്ശേരി ചന്തയെ കേട്ടിട്ടില്ല ഇത്രയും നല്ല തെറി. 100 കോടി ക്ലബിൽ കയറി എന്നൊക്കെ പറഞ്ഞ് തുടരെ പൃഥ്വിരാജ് പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതേ പൃഥ്വിരാജ് എഡിറ്റിംഗ് ടേബിളിൽ പോയിരുന്ന് വെട്ടണം. കേന്ദ്ര സർക്കാരോ സംഘപരിവാറോ RSSും ഒന്നും ഈ 17 വെട്ട് വെട്ടാം എന്ന് വെട്ടാൻ പറഞ്ഞതല്ല, അങ്ങോട്ട് പോയി കൈകൂപ്പി പറഞ്ഞതാണ് ഞാൻ വെട്ടിക്കോളാം, എന്റെ പടം തിയേറ്ററിൽ നിന്ന് പിൻവലിക്കരുതേ എന്ന്. എഴുതിയിട്ടുണ്ടോ? തന്റെ അവസാനം ഇവള് കാരണമാണെന്ന് അത് എഴുതിയിട്ടുണ്ടാവും. ഞാനെടുത്ത് വെച്ചൊന്ന് വായിച്ചു നോക്ക്. എന്തിനാണോ ഇങ്ങനെയുള്ളതിനൊക്കെ ഉണ്ടാക്കുന്നത്? അത് താങ്കൾക്ക് കിട്ടിയ സോഴ്സ് ആണെന്ന് പറഞ്ഞാൽ സോഴ്സ് പറയണം. എന്റെ സോഴ്സാണ്. പൃഥ്വിരാജ് ആകണം എന്റെ സോഴ്സ് എന്ന്. വാർത്തയിൽ പോലും നിർമ്മാതാക്കളുടെ സമ്മർദ്ദം കൊടുത്ത വാർത്തയുടെ സോഴ്സിനേക്കാൾ സോഴ്സ് ഉണ്ടെന്ന് വെച്ചോ താങ്കൾ ഈ വിഷയത്തിൽ? എങ്ങനെ ശരിയാവും? കൊടുത്ത വാർത്ത ഞാനല്ലോ ഞാൻ എഡിറ്റ് ചെയ്തു. ഡോക്ടർ അരുൺ തർക്കത്തിനല്ല, പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ബാക്കി പറയുന്നില്ല. നീ വാ പൊളിക്കരുത് പ്ലീസ്. അല്ലാതെ RSSന് പൊള്ളിയെന്ന് നിങ്ങൾ മൂന്നുപേരും പറയുമ്പോൾ അത് കേട്ട് കൈ കെട്ടി ഇങ്ങനെ ഇരിക്കാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. കേട്ടോ? ഒരു മീഡിയ പീസ്, ഒരു സിനിമ ഒരു മീഡിയ ആണല്ലോ, അത് വെട്ടിയിരിക്കും എന്ന് താങ്കൾ പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. അത്രേ ഉള്ളൂ. ശരി, താങ്കളുടെ വിഷമം അവിടെ ഇരുന്നോട്ടെ, എനിക്ക് വിഷമമില്ല അങ്ങനെ പറയുന്നത്. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ സിനിമകൾ വെട്ടാൻ തീരുമാനിച്ചാൽ കേരളത്തിലെ ശൈലി വെച്ചിട്ട് സിനിമ വെട്ടാനേ നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏത് കോടതിയാണ് അദ്ദേഹത്തെ ശിക്ഷിച്ചത്? കൊടും ഭീകരൻ എന്ന് താങ്കൾ ഒരു കേസിൽ ഇപ്പോഴും അദ്ദേഹം കുറ്റവാളിയാ, ജാമ്യത്തിലാണെന്നേ ഉള്ളൂ. ശരിയല്ലേ? കുറ്റവാളിയല്ലേ? ഞാനായിട്ട് വാ തുറന്നൊന്നും പറയണില്ല, പക്ഷെ വേറെ ഏതെങ്കിലും വിധത്തിൽ സത്യം പുറത്തു വന്ന സ്ത്രീകളെയും കുട്ടികളെയും അടക്കം 97 പേരുടെ കൊലപാതകത്തിന് കാരണമായ ബാബു ബജരംഗി എന്ന് പറയുന്ന കൊടും ഭീകരനല്ല. അതെ, ആണോ? അങ്ങനെയല്ല, ആണോ അല്ലയോ എന്ന് ചോദിച്ചാൽ അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? ബാബു ബജരംഗിയെ കുറിച്ച് പറയുമ്പോൾ സുജയ്ക്ക് പൊള്ളും. ബാബു ബജരംഗിയെ കുറിച്ച് പറയുമ്പോൾ പൊള്ളും. ആർഎസ്പിയുടെ മന്ത്രി, ബിജെപിയുടെ മന്ത്രി മായ കോട്നി, ഈ പറയുന്ന ബാബു ബജരംഗിക്ക് 6 തവണ ജാമ്യം കൊടുത്തത് ഇതേ സർക്കാരാ. വെടിവെച്ച് കൊല്ലണപ്പ അതിനെ. കുഞ്ഞിനെ നിലത്തടിച്ചു കൊന്നിട്ട്, ക്രൂരമായ ഒരു ഗർഭിണിയെ ബലാത്സംഗം ചെയ്തിട്ട്, എന്നിട്ട് എന്ത് സംഭവിച്ചു ആ പ്രതികൾക്ക്? ആരാ മാലയിട്ട് സ്വീകരിച്ചത്? എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞ് മുളകിട്ട് അങ്ങനെ തിന്നിടോ. അവർക്ക് പൊള്ളും സാർ, ആ സിനിമ കാണുമ്പോ പൊള്ളും. ആ യാഥാർത്ഥ്യം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മനുഷ്യ സ്ത്രീയല്ല, പിശാചാണടി. ആ യാഥാർത്ഥ്യം കാണുമ്പോ പൊള്ളും. ആ യാഥാർത്ഥ്യത്തിന് മുന്നിൽ ഒരു സിനിമ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അതിനെ സിനിമയായി കാണാൻ പഠിക്കുക എന്നുള്ള മിനിമം ഒരു സാമാന്യ മര്യാദയുണ്ട്. അത് ഉണ്ടായില്ല. ഉണ്ണിത്താനെ, ഇപ്പോഴാണ്ടോ താൻ ആണായത്?